ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇന്ന് നീരാഞ്ജന വിളക്കുണ്ട്. അപ്പോൾ അത് തൊഴുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലേറ്റായത് കാരണം ശ്രദ്ധിച്ചിട്ടുണ്ട്, യൂണിറ്റിൻ്റെ വഴിയൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഇവരുടെ യൂണിറ്റാണ്. അപ്പോൾ ഈ കാണുന്നത് ഇവരുടെ PT ഗ്രൗണ്ടാണ്. ഇവിടെയാണ് മോൻ കരാട്ട പഠിക്കാനായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് കാണുമോ ഇല്ലേ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ അമ്പലം എത്തിയിരിക്കുകയാണ്. അപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദീപാരാധന കഴിഞ്ഞ് കാണുമോ ഇല്ലയോ എന്നുള്ളത്. എന്തോ ഭാഗ്യം ദീപാരാധന കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കയറി ക്യൂവിൽ നിന്നു. അയ്യപ്പനെ നന്നായി കണ്ടു. നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അയ്യപ്പ സ്വാമിയോട് പങ്കിട്ടു. നല്ലത് മാത്രം വരുത്തണേന്നും നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാകണേന്നും പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴാണ് ദീപാരാധന കഴിഞ്ഞ് ആരതിയായിട്ട് തിരുമേനി വന്നത്. അത് ഇവിടുത്തെ തിരുമേനിയാണ്. ഇതെല്ലാം കർണാടകക്കാരാട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ എന്നും പറഞ്ഞ് മലയാളികൾ സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കാണുമ്പോഴായാലും ഇവർക്ക് നല്ല സ്നേഹമാട്ടോ. അങ്ങനെ ആരതി കൊണ്ടുവന്നു. അതെല്ലാം നന്നായിട്ട് തൊഴുതു. പിന്നെ ഇവിടെ അയ്യപ്പസ്വാമി മാത്രമല്ല കേട്ടോ, ഗണപതി സ്വാമിയും ദേവിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പോയി തൊഴുതു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ തൊഴുതു. അയ്യപ്പസ്വാമിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് ഭജനപ്പാട്ട് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, എല്ലാ നീരാഞ്ജന സെക്കൻഡ് സാറ്റർഡേയിലും, അതായത് നീരാഞ്ജനമുള്ള ദിവസങ്ങളിൽ എല്ലാ ശനിയാഴ്ചയിലും, നീരാഞ്ജനമുള്ള എല്ലാ ശനിയാഴ്ചയും രണ്ടാം ശനിയാഴ്ചയിലും ഈ ഭജനപ്പാട്ട് ഉണ്ടായിരിക്കും. നല്ല ഭംഗിയാട്ടോ കേൾക്കാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഭജനപ്പാട്ട് എല്ലാം കേട്ടു. അപ്പോഴാണ് എന്താ പറയുക, നമ്മുടെ ഹരിവരാസനം പാടുന്നത്. അങ്ങനെ അതും പാടി. അത് കേൾക്കുമ്പോൾ എന്തോ മനസ്സിനൊരു ഭയങ്കര ഒരു ഫീലാണ് തോന്നുന്നത്. അങ്ങനെ അതും പാടി അയ്യപ്പനെ അതായത് ഉറക്കി അമ്പലം നട അടച്ചതിന് ശേഷം ഞങ്ങൾ അന്നപ്രസാദം കഴിക്കാൻ വന്നു. ഇവിടുത്തെ അന്നപ്രസാദം കഴിക്കാൻ ഭയങ്കര എന്താ പറയുക, ഇളയ മോനും മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അന്നപ്രസാദം കഴിക്കാൻ. ഇവിടുത്തെ തോരനൊക്കെ ഉണ്ടാക്കുന്നത് ചേട്ടന്മാരാട്ടോ. തോരൻ കാണും, പപ്പടം കാണും, ചമ്മന്തി കാണും, ചിലപ്പോൾ പായസമോ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാനായിട്ട് വന്നത്. ഈ കാണുന്നത് ഒരു മലയാളിയാണ്. അതായത് ഇവിടെ KLE ആയുർവേദ കോളേജിൽ പ്രൊഫസറാണ്. അതായത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും. ഞാനിപ്പോഴാണ് ഇവരെ ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ നാട് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഓരോ കാര്യങ്ങളും ചോദിച്ചു. പിന്നെ ഈ വിളമ്പാൻ നിൽക്കുന്നതെല്ലാം ചേട്ടന്മാരാട്ടോ. ചേട്ടൻ മോഹനൻ, മറ്റേത് മഹേന്ദ്രൻ ചേട്ടായുടെ മോനാണ്. മറ്റേ ആ ചേട്ടായിയുടെ പേരെനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ചേട്ടായിയുടെ പേരും എനിക്കറിയത്തില്ല. അതിനിപ്പുറം നിൽക്കുന്ന ചേട്ടനാണ് എൻ്റെ സ്വന്തം ചേട്ടൻ സേതു ചേട്ടായും. അതായത് ഒരു സേതു ചേട്ടായും മഹേന്ദ്രൻ ചേട്ടായും, പിന്നെ അതേപോലെ തന്നെ സുജി ചേച്ചിയും രതി ചേച്ചി എൻ്റെ സ്വന്തം ചേട്ടൻ്റെയും ചേച്ചിയുടെയും പോലെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവരോട് ചോദിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവരോട് ചോദിക്കുക, എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു സ്വന്തം ചേട്ടനും ചേച്ചിയും ആണ് ഈ 4 പേരും. അങ്ങനെ ഇവരുടെ അടുത്ത് വന്നിരുന്നു. ഓൾറെഡി അവർ മുന്നേ കഴിച്ചു കേട്ടോ. കഴിക്കാനായിട്ട് അവർ കയറിയായിരുന്നു. പിന്നീടാണ് ഞാൻ കഴിക്കാൻ വന്നത്. അപ്പോൾ അടുത്തിരിക്കുന്നത് മലയാളികളാട്ടോ. അടുത്തിരിക്കുന്നത് രേഖയാണ്. അങ്ങനെ കഴിച്ചു. ഈ നിൽക്കുന്നതാട്ടോ നമ്മുടെ മലയാള തിരുമേനി. അപ്പോൾ തിരുമേനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുജി ചേച്ചി, അതായത് ആ വിളമ്പാൻ നിന്ന സേതു ചേട്ടായുടെ വൈഫാട്ടോ. അങ്ങനെ അവരൊക്കെ എന്നെ ഇപ്പോൾ കാണുമ്പോഴും ഒരുതും കളിയാക്കലാണ്, എൻ്റെ ഓരോ റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. ഈ കാണുന്നതാണ് രതി ചേച്ചി, അതായത് മഹേന്ദ്രൻ ചേട്ടായിയുടെ വൈഫ്. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്നത് രേഖ. ആ ചെയർ ഇങ്ങനെ പൊക്കിയെടുക്കുന്നതാണ് ഷീജ കേട്ടോ. അങ്ങനെ എല്ലാം ഇരുന്ന് സംസാരിക്കണം. ഇപ്പോൾ ഇവരെയൊക്കെ കാണുമെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നത് ഈ ഒരു ദിവസത്തിലാട്ടോ. അങ്ങനെ അവരുമായിട്ടെല്ലാം സംസാരിച്ചെടുത്തു. ഇനി ഓണപ്പരിപാടിക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ